ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാലിയുടെ ഏറ്റവും ബേസിക് ആയ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ടാലി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അത് ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ളതാണ് നമ്മൾ ടാലി ഉപയോഗിച്ചുള്ള അക്കൗണ്ടിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ട്യൂട്ടോറിയൽസ് ഇനിയുള്ള ക്ലാസ്സുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ടാലിയുടെ ഏറ്റവും ബേസിക് ആയൊരു ചാപ്റ്റർ മാത്രമാണ് കവർ ചെയ്യുന്നത്. ഏതൊരു സോഫ്റ്റ്വെയർ ആണെന്നെങ്കിലും നമ്മൾ ഡാറ്റ എൻട്രി ചെയ്തണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസ് ആയിട്ടൊരു ഡാറ്റ ഫയൽ വേണം, അല്ലെങ്കിൽ ഡാറ്റ ബേസ് വേണം. അതുപോലെ തന്നെയാണ് ടാലിക്കും അങ്ങനെ ഒരു സ്റ്റേജാണ് ഫസ്റ്റ്. അത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ നമ്മുടെ സ്ഥാപനമാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയൊരു മെയിൻ ഡാറ്റ ഉണ്ടാക്കുക. അതിലാണ് പിന്നീട് നമ്മൾ ആ സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ടാലി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിന്ന് ആ ടാലി ഉപയോഗിച്ച് എങ്ങനെ കമ്പനി ക്രിയേഷൻ ചെയ്യാം എന്നതിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എഡ്യൂക്കേഷണൽ മോഡിലുള്ള വീഡിയോസാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ മോഡിൽ ഉള്ള ഡിഫറൻസും ഫുൾ വേർഷനിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കി തരാം. ഇന്ന് നമ്മൾ എഡ്യൂക്കേഷണൽ മോഡിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈം നമുക്ക് ടാലി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. അതൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ ഓപ്പൺ ആവും. ഇത് എഡ്യൂക്കേഷണൽ മോഡ് ആയതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് വരാൻ കുറച്ച് ലാഗിങ് വരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ടാലി സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യാണ് അതിൻ്റെ ലൈസൻസ് ഫയൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. അങ്ങനെ ലൈസൻസ് ഫയൽ ഫൈൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡെമോ വെർഷനിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ വെർഷനിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് കാണാം. ഇത് നമുക്ക് ഈ ഫസ്റ്റ് ഉള്ളതൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. ഇതിൽ നമുക്ക് വർക്കിംഗ് എഡ്യൂക്കേഷൻ മോഡ് എന്നത് മോഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് വർക്കിംഗ് എഡ്യൂക്കേഷൻ മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കമ്പനി ഇൻഫോ എന്നൊരു ചെറിയൊരു വിൻഡോ ആണ് വരിക. ഇതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. സെലക്ട് കമ്പനി, ലോഗിൻ ആസ് റിമോട്ട് യൂസർ, ക്രിയേറ്റ് കമ്പനി, ബാക്കപ്പ്, റീസ്റ്റോർ, ക്വിറ്റ്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ടാലിയിൽ എങ്ങനെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാം, അതിനുള്ള മെയിൻ കമ്പനി ക്രിയേഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു ഓപ്ഷനുണ്ട്, ക്രിയേറ്റ് കമ്പനി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇതിൽ നമ്മൾ ഈ ഓരോ ഓപ്ഷൻ്റെയും ടാലിയിൽ നമുക്കൊരു ലെറ്റർ ഹൈലൈറ്റ് ചെയ്ത് കാണാം. സെലക്ട്, ലോഗിൻ, ക്രിയേറ്റ്, ബാക്കപ്പ്, റീസ്റ്റോർ, ക്വിറ്റ്, ഇതിലെല്ലാം ഓരോ ലെറ്റർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ സെലക്ട് കമ്പനിയിലാണെങ്കിൽ എസ്, എൽ, സി, ബി, ആർ, ക്യൂ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ടാലി ഫുള്ളി മൗസ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതായത് മൗസ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഫുള്ളി കീബോർഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടാലിയിലെ എല്ലാ ഓപ്ഷൻസും ഷോർട്ട് കീസ് ഉണ്ടാവും. അത് ഇത് ഈ ഹൈലൈറ്റ് ചെയ്ത ലെറ്റർ ആവും കീബോർഡിലെ ഷോർട്ട് കീ. ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ക്രിയേറ്റ് കമ്പനി എന്നതിൽ ഒരു സി ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. റെഡിൽ കാണാം, സി ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കീബോർഡിൽ സി എന്ന് പ്രസ് ചെയ്താലും ആ ഓപ്ഷനിലേക്ക് പോകും. ക്രിയേറ്റ് കമ്പനി എന്നത് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ക്രിയേറ്റ് കമ്പനി ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ലഭിക്കുക. ഇതിൽ ഫസ്റ്റ് ഡയറക്ടറി എന്നൊരു ഇതാണ് വരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടോ ഒരു ഫോൾഡറാണ്. അത് നമ്മുടെ ഡാറ്റ എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഫോൾഡറാണ്. അതായത് നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻസ് എല്ലാം ഏത് ഫോൾഡറിലാണ് അതിൻ്റെ ഫയൽ, സോഫ്റ്റ് ഫയൽ കീപ്പ് ചെയ്യേണ്ടത്, ആ ഫോൾഡറാണത്. ഇതിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഈ ഒരു ഫോൾഡറാണ് വരിക. സിയിൽ, യൂസേഴ്സിൽ, പബ്ലിക്കിൽ, ടാലി, ERP9, ഡാറ്റ, ഇങ്ങനെ ഒരു ഫോൾഡറിലാണ് നമ്മുടെ കമ്പനി ഡാറ്റ സേവ് ആവുക. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. നമ്മുടെ വേറെ ഏതെങ്കിലും ഫോൾഡറിലേക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ സെലക്ട് ചെയ്തിട്ട് സി എന്നുള്ളത് ഡി എന്നാക്കണം എന്നുണ്ടെങ്കിൽ ഡി ആക്കി കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല.
ഡിഫോൾട്ട് ആയിട്ടുള്ളതിൽ തന്നെ ഇതാക്കണം. നെക്സ്റ്റ് ആണ് നെയിം. ഈ നെയിം എന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര്. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ABC ലിമിറ്റഡ് ABC കമ്പനി എന്ന് ജസ്റ്റ് അടിക്കുകയാണ്. അതടിച്ചു. അപ്പോൾ ഇവിടെ മെയിലിംഗ് അഡ്രസ്സിൽ ഫസ്റ്റ് നെയിം വരും, പിന്നെ അഡ്രസ്സ്. ഇതിപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിലാവുമ്പോൾ ഈ അഡ്രസ് ഫീൽഡൊന്നും അത്ര മാൻഡേറ്ററി അല്ല. പക്ഷേ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്തിരിക്കണം. അഡ്രസ് എൻ്റർ ചെയ്തു. പിന്നെ വരുന്നതാണ് കൺട്രി, പിന്നെ സ്റ്റേറ്റ് കേരള. അതാണ് ഇത്. ഈ കൺട്രിയും അതുപോലെ സ്റ്റേറ്റും നമ്മൾ നിർബന്ധമായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം കമ്പനി ക്രിയേഷനിൽ കൺട്രി സെലക്ട് ചെയ്തില്ല എന്നെങ്കിൽ നമ്മൾ ടാക്സ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കതിൽ ഇഷ്യൂസ് വരും. കാരണം ടാക്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതിനെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്താണ് ടാക്സും കാര്യങ്ങളൊക്കെ കാൽക്കുലേഷനും വരും. അപ്പോൾ അത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിൻകോഡ് പിന്നെ നിർബന്ധമില്ല. പിന്നെ കമ്പനിയുടെ ഫോൺ നമ്പർ, പിന്നെ മെയിൽ ID. ഇങ്ങനെ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ബില്ലുകളിലും അതുപോലെ വൗച്ചറുകളിലും പ്രിന്റഡ് കോപ്പികളിൽ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാമാണ് വരിക. അതുകൊണ്ട് കമ്പനിയുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും ഈ ഫീൽഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. എഡ്യൂക്കേഷണൽ പർപ്പസിലാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നിർബന്ധമില്ല. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും എൻ്റർ ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ വരുന്നതാണ് ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രോം. നോർമലി ഒരു കമ്പനിയിലെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക April 1 April 1. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഇയർ ആയതുകൊണ്ട് 1 April 2020 എന്നൊരു ഡേറ്റാണ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വർഷമാണെന്നുണ്ടെങ്കിൽ അത് ഡേറ്റ് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ളതാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഏത് ദിവസം മുതലാണോ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നോർമൽ കേസിൽ April 1 ഒരുവിധം കമ്പനികളെല്ലാം ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ ചില കമ്പനികൾ January 1 സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അത് കമ്പനിയുടെ ഓരോ ഇതിനനുസരിച്ചിരിക്കും, നേച്ചറിനനുസരിച്ച് അതിൽ ചേഞ്ചസ് വരാം. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ തന്നെ നമ്മുടെ ബുക്സ് ബിഗിൻ ചെയ്യും. ബുക്സ് എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ബിഗിൻ ചെയ്യും. പിന്നെ വരുന്നൊരു ഓപ്ഷനാണ് ടാലി വോൾട്ട് പാസ്വേഡ്. ഇതൊരു സെക്യൂരിറ്റി ഓപ്ഷനാണ്. ഇത് നമുക്ക് പിന്നീട് സെർച്ച് ചെയ്യാം, കാരണം ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നതും അതുപോലെ ഒരു സെക്യൂരിറ്റി ഓപ്ഷനാണ് യൂസ് സെക്യൂരിറ്റി കൺട്രോൾ. കാരണം ഇത് ഈ രണ്ട് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ കീ എന്ന് പറയുന്നത് അതിൻ്റെ കണക്കും കാര്യങ്ങളുമാണ്. അപ്പോൾ അത് നമ്മൾ മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കാനുള്ള ഓപ്ഷനുകളാണ് ഇവ രണ്ടും. ഈ ടാലി വോൾട്ട് പാസ്വേഡും അതുപോലെ യൂസ് സെക്യൂരിറ്റി കൺട്രോളും. ഇത് രണ്ടിനെയും കുറിച്ച് വേറൊരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ കമ്പനിയുടെ ബേസിക്കായ ഡാറ്റയെല്ലാം നമ്മൾ കൊടുത്തു. ഇനി വരുന്നത് നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ബേസ് കറൻസി സിമ്പിൾ. നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ റുപ്പീസിലാണ് വരിക. പിന്നെ ഫോർമൽ നെയിം ഇന്ത്യൻ നാഷണൽ റുപ്പീസ് INR വരും. പിന്നെ സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട്, അതായത് എമൗണ്ടിൻ്റെ കൂടെ ആ ചിഹ്നം കൂടെ ഈ സിമ്പിൾ കൂടെ ഈ റുപ്പീസിൻ്റെ സിമ്പിൾ കൂടെ വേണോ വേണ്ട എന്നുള്ളതാണ്. ഇത് നോ ആണ് ഡിഫോൾട്ട് വരിക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ് ആക്കി കൊടുക്കാം. പിന്നെ ആഡ് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ, അത് എസ്, ഒരു സ്പേസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഷോ എമൗണ്ട്സ് ഇൻ മില്യൺസ്, അത് നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ്ങിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഫോറിൻ അക്കൗണ്ടിങ്ങിൽ മില്യൺസിലൊക്കെയാണ് നമ്പേഴ്സ് ഷോ ചെയ്യുന്നത്. പിന്നെ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് മീൻസ് പൈസ പോയിന്റിന് ശേഷം വരുന്ന എത്ര ഫിഗേഴ്സ് വേണം എന്നുള്ളതാണ്. പിന്നെ വേർഡ് റെപ്രസെൻറ്റിങ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ, അത് പോയിന്റിന് ശേഷമുള്ളത് എന്തായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് പൈസ എന്നതാണ് നമ്മൾ ₹1 1.00 എന്ന് പറഞ്ഞാൽ ₹1 0 അല്ലെങ്കിൽ അതിൻ്റെ തന്നെ വേർഡ്സിൽ എത്ര ഡെസിമൽ പ്ലേസസ് കാണിക്കണം എന്നുള്ളതാണ്, ഷോ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ.
അത് 2 ഇതൊക്കെ ഡിഫോൾട്ട് വരുന്നതാണ്. അതൊന്നും നമ്മൾ അങ്ങനെ അധികം ചേഞ്ച് ചെയ്ത് കാണാറില്ല. ദെൻ ആക്സെപ്റ്റ് എന്ന് വരും. ഇത് യെസ് അടിക്കുക. ഇതിലും നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. യെസ് നോ എന്നത് യെസ് റെഡിലും നോ റെഡിലുമാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ നമ്മൾ എൻ്റർ ചെയ്ത് കീബോർഡിൽ പ്രസ് ചെയ്താൽ മതി. എസ്സിന് വൈയും നോക്ക് എന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ ആക്സെപ്റ്റ് അടിച്ചു, അല്ലെങ്കിൽ എൻ്റർ അടിക്കുക. ഓക്കെ, നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ മെയിൻ വിൻഡോയിലേക്ക് വരും. ഈ ഒരു വിൻഡോ ആണ് ടാലിയുടെ ഗേറ്റ് വേ എന്ന് അറിയപ്പെടുന്നത്, ഗേറ്റ് വേ ഓഫ് ടാലി. ഇതിലാണ് നമ്മൾ തുടർന്നുള്ള ട്രാൻസാക്ഷൻസും അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി ക്രിയേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കമ്പനി ഓപ്പൺ ആയി, അതാണ് ഓപ്പൺ ആയി കഴിഞ്ഞാലുള്ള വിൻഡോ ആണ് ഇത്. അക്കൗണ്ട്സ് ഇൻഫോ, ഇൻവെൻട്രി ഇൻഫോ, അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഇൻവെൻട്രി വൗച്ചേഴ്സ്, ഇമ്പോർട്ട് ഓഫ് ഡാറ്റ, ബാങ്കിങ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് സമ്മറി, റേഷ്യോ അനാലിസിസ്, ഡിസ്പ്ലേ, കിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഉണ്ടാവുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ടാലിയുടെ ബേസിക് ചാപ്റ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് വിൻഡോ ആണ് ഗേറ്റ് വേ ഓഫ് ടാലി. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള എന്നുള്ളത് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഫസ്റ്റ്ലി അക്കൗണ്ട്സ് ഇൻഫോ, ഇൻവെൻട്രി ഇൻഫോ, അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഇൻവെൻട്രി വൗച്ചേഴ്സ്, ഇമ്പോർട്ട് ഡാറ്റ, ബാങ്കിങ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് സമ്മറി, റേഷ്യോ അനാലിസിസ്, ഡിസ്പ്ലേ, കിറ്റ്. ഇതിൻ്റെ ഓരോ ഓപ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ടാലിയിൽ കമ്പനി ക്രിയേഷൻ ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടാലിയിൽ കമ്പനി ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഈ ടാലിയിൽ കമ്പനി ക്രിയേഷൻ ചെയ്യുന്നത് എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പുതിയതായിട്ടൊരു കമ്പനി ടാലി ഉപയോഗിച്ച് അക്കൗണ്ടിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റം ടാലി ഉപയോഗിച്ച് ചെയ്യുന്ന ടൈമിൽ കമ്പനി ക്രിയേഷൻ ചെയ്യും. പിന്നെ രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ടൈമിലും കമ്പനി ക്രിയേഷൻ ചെയ്യും. പക്ഷെ അതിന് വേറൊരു ഓപ്ഷൻസ് തന്നെ ടാലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ചെയ്തു വെച്ച ടാലിയിൽ നിന്ന് തന്നെ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഉള്ള ഡാറ്റ കൂടെ, അല്ലെങ്കിൽ അത് രണ്ടാമതൊരു കമ്പനി കൂടെ ക്രിയേറ്റ് ചെയ്യാൻ ടാലിയിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, സ്പ്ലിറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഫ്യൂച്ചർ ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. മെയിനായിട്ട് ഈ 2 സന്ദർഭങ്ങളാണ് നമുക്ക് ടാലി യൂസ് ചെയ്യേണ്ട സമയം. പിന്നെ അതിനിടയിൽ നമ്മൾ വേറൊരു സിസ്റ്റം യൂസ് ചെയ്ത്, വേറൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് അതിൽ നിന്നും ടാലിയിലേക്ക് അക്കൗണ്ടിങ് സിസ്റ്റം ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിലും നമുക്ക് കമ്പനി ക്രിയേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കമ്പനി ക്രിയേഷനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ടാലിയെ കുറിച്ചുള്ള തുടർന്നുള്ള ക്ലാസ്സുകൾക്കും കൂടുതൽ അറിവുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.